ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തുടങ്ങുന്നത് 100 ദിവസങ്ങളായി നടക്കുന്ന ഇലക്ട്രോണിക് ലേണിംഗ് സീരീസിന്റെ ഫസ്റ്റത്തെ ക്ലാസ് ആണ്. ഓരോ സമയം 100 ദിവസമല്ല കേട്ടോ, ഓരോ വെള്ളിയാഴ്ചയും പുതിയൊരു ക്ലാസ്, പുതിയൊരു പ്രാക്ടിക്കൽ. അങ്ങനെ 100 വെള്ളിയാഴ്ചകൾ കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യാനുള്ള ഒരു ബേസ് നമുക്ക് സ്വന്തമാക്കാം. ഓരോ ക്ലാസ് 3 മുതൽ 8 മിനിറ്റ് വരെ നീളും. സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, റിയൽ ഡെമോൺസ്ട്രേഷൻ, നിങ്ങൾ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്ന രീതി. ഡേ 1 നമ്മൾ പഠിക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ സ്കില്ലാണ്, സോൾഡറിങ്. അതുപോലെ ഓരോ വെള്ളിയാഴ്ചയും മറ്റുള്ള ടൂൾസ്, ടെക്നിക്, റിപ്പയർ ആൻഡ് ടെക്സ്, സർക്യൂട്ട് ബിൽഡിംഗ് എല്ലാം കവർ ചെയ്യും. സോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഓരോ വെള്ളിയാഴ്ചയും ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു ലെസൺ നമുക്ക് കവർ ചെയ്തു പോകും. അതിനാൽ ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കും. അതിന്റെ 3ന്റെയും ശരിയുത്തരം കമന്റ് ചെയ്യുന്നവർക്ക് പഠിക്കാനായി 3 സോൾഡറിംഗ് 3 പേർക്ക് നൽകുന്നതാണ്. ശരി, ഇനി നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യ ക്ലാസ് വയർ സോൾഡറിംഗ്. അതിനു വേണ്ട ടൂൾസ് എന്തൊക്കെയാണോ അവ എങ്ങനെ ഉപയോഗിക്കാം, അതിനുശേഷം വയർ സോൾഡർ ചെയ്ത് നോക്കാം. ഇതാണ് സോൾഡറിംഗ് അയൺ. ഇതാണ് മെയിൻ ടൂൾ. കോപ്പർ കൊണ്ടാണ് ഇതിന്റെ ടിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഹീറ്റ് ഉണ്ടാകും. പഴയ അയൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും അതിന്റെ ടിപ്സിൽ സോൾഡറിംഗ് വേസ്റ്റ് ഉണ്ടാകും. അത് അടുത്തതിനായി ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിന്റെ ടിപ്സ് ഒരു ഫയലിൽ ഉരച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇതാണ് സോൾഡറിംഗ് വയർ. ഇത് ആക്ച്വലി മെറ്റൽ മെൽറ്റ് ചെയ്ത് കണക്ഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇൻസൈഡ് ലെഡ് പ്ലസ് ടിൻ അലോയ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഫ്ലെക്സ്. ഇത് ക്ലീൻ ജോയിന്റ് കിട്ടാനും പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനുമായി ഉപയോഗിക്കുന്നു. കോപ്പറിൽ ഓക്സിഡേഷൻ റിമൂവ് ചെയ്യാനും നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, എന്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. വയറിൽ ഉപയോഗിച്ചിരിക്കുന്ന, അതായത് സോൾഡറിംഗ് വയറിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 മെറ്റലുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് സോൾഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വയറെടുത്ത് അതിന്റെ സ്ലീവ് 2 mm കട്ട് ചെയ്ത് കളയണം. ശേഷം ഒരു നൈഫ് എടുത്ത് അതിന് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. ശേഷം ആ വയർ സോൾഡറിംഗ് ഫ്ലെക്സിൽ ഒന്ന് മുക്കി ഒന്ന് കറക്കി എടുക്കണം. എന്നിട്ട് അതൊരു ഫോൾഡറിൽ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. സോൾഡറിംഗ് അയൺ പിടിക്കുമ്പോൾ നല്ല ബലത്തിൽ ഒരു പേന പിടിക്കുന്ന രീതിയിൽ വേണം പിടിക്കാൻ. അതിനുശേഷം അതിൽ സോൾഡറിംഗ് പേസ്റ്റ് ടിപ്പിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഉരച്ച് ക്ലീൻ ആക്കുക. ചെറുതായി ഒന്ന് ഫ്ലെക്സിൽ മുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് സോൾഡറിംഗ് ടിപ്പിൽ സോൾഡർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം സോൾഡറിംഗ് വയറും സോൾഡറിംഗും അയണും രണ്ടും കയ്യിൽ പിടിച്ച് ഒറ്റ വര. ഓക്കെ, ഇനി മറ്റേ സൈഡിൽ നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. എന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്ലെക്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതായത് സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ സോൾഡറിംഗ് ഫ്ലെക്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടൂൾസ് എന്താണ്, അവ എങ്ങനെ ഉപയോഗിക്കാം, ഒടുവിൽ എങ്ങനെ സോൾഡർ ചെയ്യാം എന്നാണ്. നെക്സ്റ്റ് ഫ്രൈഡേ നമുക്ക് വയർ സ്ട്രിപ്പ് ചെയ്യുന്നതും എങ്ങനെ, അത് കട്ട് ചെയ്യുന്നതും എങ്ങനെ എന്ന് നോക്കാം. ഇനി 99 ഫ്രൈഡേസ് കൂടി ബാക്കിയുണ്ട്. എൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ഇഷ്ടമാണെങ്കിൽ എസ് എന്നും ഇഷ്ടമല്ലെങ്കിൽ നോ എന്നും കമന്റ് ചെയ്യുക.